ദൈവനാമത്തിൽ എന്നുള്ളത് അതൊക്കെ ആളുകളുടെ വിവരക്കുറവ് കൊണ്ട് പറയുന്നതാണ്. ദൈവം എന്ന് പറയുന്നത് ആരാ? അതിലൊക്കെ എന്താ സംശയമുള്ളത്? ഓരോരുത്തരും കോമൺ ആയിട്ട് ഓരോ വിശ്വാസിയും ഓരോരുത്തരുടെയും വിശ്വാസം അവരുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാകുന്നതാണ്. ഞാൻ എങ്ങനെയാണ്? ഞാനൊരു മുസ്ലിമാണ്. അള്ളാഹു തന്നെയാണ്. ദൈവം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് അള്ളാഹുവാണ്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ വിവാദമാക്കാവുന്ന അത്തരം ആളുകളുടെ ആസ്വാദന മേഖലകളിലെ പ്രശ്നങ്ങളാണ്. മന്ത്രി കെ എം ഷാജിയാണ് എനിക്കൊപ്പം ചേരുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പാണെന്നാണ് കരുതുന്നത്. ഈ വകുപ്പുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് കേരളത്തിലെ തെരുവുകളിലുള്ള തെരുവ് നായകളെ അടിയന്തരമായി പുനരധിവസിപ്പിക്കണം, അക്രമകാരികളായ നായ്ക്കളെ അത് കൊല്ലുന്ന ഉൾപ്പെടെ പരിഗണിക്കണം എന്നുള്ളതാണ്. അതിലൊരു തീരുമാനം ഇപ്പോൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് അത് മാറുകയാണ്. ഇപ്പോൾ ഈ വകുപ്പ് ഏതാനും സമയത്തിനകമാണ് പ്രഖ്യാപനം വരുള്ളൂ. പക്ഷേ ഏകദേശം പാർട്ടിയുടെ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന കോടതിയുടെ വിധി സത്യത്തിൽ ആശ്വാസകരമായൊരു വിധിയാണ്. അതെങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്നുള്ളത് കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ പഠിച്ചിട്ട് മാത്രമേ പറയാൻ കഴിയുള്ളൂ. പക്ഷേ പഞ്ചായത്തുകളെന്ന് മാത്രമല്ല, നമ്മളുടെ നാട്ടിലെ കുട്ടികൾ, പ്രായമായ ആളുകൾ, ഈ പ്രഭാത സവാരിക്കൊക്കെ ഇറങ്ങുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഈ നായ്ക്കളുമായി തെരുവ് നായ്ക്കളുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടതെന്ന് അടിയന്തരമായി പരിശോധിച്ചിട്ട് ഈ സർക്കാർ ആ വിഷയത്തിൽ വളരെ പെട്ടെന്ന് ഇടപെടുകയും അതിന് ജനങ്ങൾക്ക് ആശ്വാസകരമായ ഒരു തരത്തിലേക്കുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും. ABC സെൻ്ററുകൾ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ പ്രജനനം തടയാനുള്ള സെൻ്ററുണ്ട്. അപ്പോൾ അവിടെ പിടിച്ചു കൊണ്ടുപോയ നായ്ക്കളുണ്ട്. അവരിപ്പോൾ കൊണ്ട് ഇറക്കാൻ പറ്റില്ല. കാരണം ഈ ഓർഡർ വന്ന സാഹചര്യത്തിൽ ജനങ്ങൾ തടയും അതിന്. അപ്പോൾ അതൊരു അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായി പരിഗണിക്കുന്നുള്ളത് തന്നെയാണ്. സത്യത്തിൽ ഇപ്പോൾ ഈ ABC ഈ പ്രജനനങ്ങളുടെ ഇവരുടെ വളർച്ച ഈ നായ്ക്കൾ അധികരിക്കുന്നത് തടയാനുള്ളൊരു ശ്രമമാണ്. പക്ഷെ അതുപോലും അത്രത്തോളം സക്സസ് അല്ല യഥാർത്ഥത്തിൽ പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് അതിൻ്റെ തുടർ നടപടികൾ എന്നുള്ളത് ഒരു കാര്യം ഉറപ്പാണ്, കോടതിയുടെ ഇടപെടൽ ഇതിൻ്റെ അപകടത്തെ കുറക്കാനുള്ളതാണ്. അതെങ്ങനെയാണ് എന്നുള്ളത് ഇനി അത് വിശദമായി പഠിച്ച് ആലോചിച്ചിട്ട് മാത്രമേ അതിനകത്തൊരു ഫൈനൽ സാധനം പറയാൻ കഴിയുള്ളൂ. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ മാലിന്യ സംസ്കരണമാണല്ലോ. അപ്പോൾ ലോക്കൽ ബോഡി ഇത് ഏറ്റെടുക്കുമ്പോൾ എന്തായിരിക്കും ആദ്യത്തെ പ്രിഫറൻസ്? ഈ മാലിന്യ സംസ്കരണം ആയിരിക്കുമോ? ഏത് വിഷയത്തിലായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളൊരു ഊന്നലുണ്ടാവും? സത്യത്തിൽ ഇപ്പോൾ ഞാൻ ഈ പാർട്ടിയുടെ ഒരു നിർദ്ദേശം അനുസരിച്ചിട്ട് ഇതിനകത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മാലിന്യ സംസ്കരണം മാത്രമൊന്നുമല്ല, നമ്മൾ സാധാരണ മനുഷ്യരായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് ലിങ്കുള്ള ഏക വകുപ്പ് സത്യത്തിൽ അല്ല ഏതും ഇംപ്ലിമെൻറ്റ്. ഇപ്പോൾ ഇന്നലെ വയോജനങ്ങളുടെ കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു, അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പഞ്ചായത്തുകൾക്കേ സാധിക്കുള്ളൂ. അപ്പോൾ ഞാൻ നിലവിലിപ്പോൾ പഠിക്കാൻ ശ്രമിക്കുന്നത് ഈ ഏതൊക്കെ മേഖലകളിലാണ് പഞ്ചായത്തുകളിൽ ഇടപെടാൻ കഴിയുക, ആ ഇടപെടാൻ കഴിയുന്നത് എങ്ങനെയാണ് ഗുണപ്രദമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുക എന്നൊക്കെയാണ് ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത് ഇപ്പോഴേ അതിനകത്ത് പറയുമ്പോൾ ഒരുപക്ഷെ അനാവശ്യമായിട്ടുള്ള ഒരു മുൻവിധി പറയലോ അല്ലെങ്കിൽ ഒരു ആവേശം കാണിക്കലോ ആവും. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നയപ്രഖ്യാപനം വരുന്ന സമയമാകുമ്പോഴേക്കും അതിൽ കൃത്യമായൊരു ക്ലാരിറ്റി വരുത്തും. പോലീസ് അസോസിയേഷൻ്റെ ഒരു നേതാവിൻ്റെ വക ഒരു വാട്സപ്പ് സന്ദേശമാണ് ഈ വർഗീയവാദിയായിട്ടുള്ള കെ എം ഷാജിയുടെ മുമ്പിലൊന്നും അങ്ങനെ മുട്ടുമടക്കുന്ന ആളല്ല പിണറായി വിജയൻ എന്നുള്ളതാണ്. അപ്പോൾ മന്ത്രിയാണ് ഇപ്പോൾ ഈ രീതിയിൽ വർഗീയവാദി എന്ന് വിളിച്ചിരിക്കുന്നത്. ഈ മുട്ടും കാലൊന്നും അടക്കേണ്ട സമയമൊന്നുമല്ലല്ലോ ഇപ്പോൾ അത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലപ്പോഴും പറഞ്ഞു, 102 സീറ്റിൽ ജയിച്ചു നിൽക്കുന്ന ഒരു മുന്നണിയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഉത്തരവാദിത്തങ്ങൾ വളരെ വലുതാണ്. ഇത്തരത്തിൽ ഈ വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകളോടൊക്കെ ഈ പ്രയോഗങ്ങൾ തന്നെ ഈ മനുഷ്യരെ വേർതിരിക്കാനുള്ള ഇത്തരം വർഗീയത എന്നൊക്കെ പറയുന്ന പ്രയോഗങ്ങൾ തന്നെ ഒഴിവാക്കേണ്ടുന്ന കാലം ഇനിയും പഠിച്ചിട്ടില്ലെങ്കിൽ എവിടേക്കാണ് ഇവരൊക്കെ പോകുക എന്നുള്ളതാണ്. ഇത്ര വലിയ തിരിച്ചടി കൊടുത്തിട്ടും 102 സീറ്റല്ല പ്രശ്നം, ആ സീറ്റുകളിൽ കിട്ടിയിട്ടുള്ള ഭൂരിപക്ഷമാണ് പ്രശ്നം. തോറ്റുപോയവരൊക്കെ ചെറിയ മാർജിനിൽ തോറ്റുപോകുന്നു, ജയിച്ചവരാണെങ്കിൽ അവർക്കൊരു 10 തെരഞ്ഞെടുപ്പിനുള്ള ഭൂരിപക്ഷം ഒന്നിച്ചു കൊടുത്തിരിക്കുന്നു. അപ്പം കുറേയൊക്കെ ഇനി അത് അവർ തന്നെ നിയന്ത്രിക്കേണ്ടതാണ്. ഇത്തരം ആളുകളെ, ഇങ്ങനെയുള്ള കുറേ ആളുകളുടെ സ്തുതിപാഠനമൊക്കെയാണ് അവർ എത്തിച്ചിരിക്കുന്നത്. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ, അത് പോലീസായാലും ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ അതിപ്രസരം വന്നാൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് ഗവൺമെൻറ് നോക്കുക തന്നെ ചെയ്യും. സത്യപ്രതിജ്ഞ ബന്ധപ്പെട്ട് 2 വിവാദങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്കുള്ളത്. ഒന്ന്, ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു, ലീഗ് മന്ത്രിമാരൊക്കെ അള്ളാഹിൻ്റെ നാമത്തിൽ ചെയ്തില്ല എന്നുള്ളതാണ്. 2, വന്ദേ മാതരം മുഴുവൻ പാടിയപ്പോഴും വളരെ ബഹുമാനത്തോടുകൂടി നിന്നു, വന്ദേമാതരത്തെ അംഗീകരിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അല്ല, അങ്ങനെയൊക്കെ ആലോചിക്കുന്നതിൽ കാര്യമില്ല. ദൈവനാമത്തിൽ എന്നുള്ളത് അതൊക്കെ ആളുകളുടെ വിവരക്കുറവ് കൊണ്ട് പറയുന്നതാണ്. ദൈവം എന്ന് പറയുന്നത് ആരാ? അതിലൊക്കെ എന്താ സംശയമുള്ളത്? ഓരോരുത്തരും കോമൺ ആയിട്ട് ഓരോ വിശ്വാസിയും കോമൺ ആയിട്ട് പറയുന്ന സാധനമാണ് അവരുടെ അള്ളാഹു അല്ലെങ്കിൽ അവരുടെ ദൈവം, അത് ഈശോയാണ്. അല്ലെങ്കിൽ ഹിന്ദു കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം നിരവധി അവർ വിശ്വസിക്കുന്ന ദൈവങ്ങളുണ്ട്. അതിങ്ങനെ വേർതിരിച്ച് പറയുക എന്നുള്ളതല്ല, ഓരോരുത്തരുടെയും വിശ്വാസം അവരുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാകുന്നതാണ്.
ഞാൻ എങ്ങനെയാണ്, ഞാനൊരു മുസ്ലിമാണ്, അള്ളാഹു തന്നെയാണ്. ദൈവം എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ വരുന്നത് അള്ളാഹുവാണ്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ വിവാദമാക്കാവുന്ന അത്തരം ആളുകളുടെ ആസ്വാദന മേഖലകളിലെ പ്രശ്നങ്ങളാണ്. ഞാൻ പറഞ്ഞില്ല, അതൊന്നും ഇനി അങ്ങനെ അത്തരത്തിൽ അല്ല അത്തരം ചർച്ചകൾ പോലും കൊണ്ടുവരുന്നത് ഒരു പ്രൊഡക്ടിവിറ്റി ഇല്ലാത്ത കാര്യമാണ്. അതൊക്കെ പിന്നെ വേറെ തരം 2 ചോദ്യമാണ് പിന്നെ വരുന്നത്. ഗവർണറുടെ ഓഫീസിൽ നിന്ന് ചോദിക്കുക, അദ്ദേഹം BJP കാരനാണോ എന്നോ അല്ലെങ്കിൽ അവരുടെ നോമിനിയാണോ എന്നുള്ളതൊന്നല്ല വിഷയം. അവരും പോലും ചോദിക്കേണ്ടത് 2 ചോദ്യമാണ്. ഒന്ന്, ദൃഢപ്രതിജ്ഞ ചെയ്യുന്നോ, അതല്ല നിങ്ങൾ ദൈവനാമത്തിൽ ചൊല്ലുന്നോ എന്നാണ്. വിശ്വാസികളായ ആളുകളൊക്കെ, ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വിശ്വാസിയാണ്, നല്ല വിശ്വാസിയാണ്. അദ്ദേഹം അടക്കമുള്ള ആളുകൾ പറയുന്നത്, വിശ്വാസികളായ ഞങ്ങളൊക്കെ പറഞ്ഞത് ദൈവനാമത്തിൽ എന്നാണ്. അവർ ദൈവനാമത്തിൽ നിന്ന് എഴുതുന്നു, സ്വാഭാവികമായിട്ടും നമ്മൾ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അത്രേ ഉള്ളൂ. ഇത് വന്ദേമാതരം പാടിയതിനെ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ വിമർശിച്ചു. മുഴുവൻ വന്ദേമാതരവും പാടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പ് ഇപ്പോൾ ലീഗ് മന്ത്രിമാർ ഉൾപ്പെടെ ബഹുമാനത്തോട് നിൽക്കുകയും ചെയ്തു. അല്ല, ദോഷൈകതൃക്കുകളായിട്ടുള്ള ആളുകൾ ഇത്തരം വിവാദങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു ഗവൺമെൻറ് തുടങ്ങുമ്പോൾ തന്നെ ആ ചർച്ചയെ മാറ്റിക്കളയാം. ഇനി എല്ലാവരും നിൽക്കലല്ലോ, അവിടെ പ്രതിപക്ഷ നേതാവ് ഉണ്ടല്ലോ, അവർ തിരഞ്ഞെടുത്ത പ്രതിപക്ഷത്തിൻ്റെ നേതാവ് പിന്നെ അവിടെ ഉണ്ടായിരുന്നില്ലേ, പിന്നെ ഗോവിന്ദ മാഷ് അവിടെ ഉണ്ടായിരുന്നു, പാർട്ടി സെക്രട്ടറി. അപ്പം അതല്ല, ഇത് മാത്രമാണ് പ്രശ്നം. എന്നാൽ പിന്നെ അവർക്കപ്പം വല്ല ഡാൻസും കളിക്കായിരുന്നല്ലോ, അവരും അവിടെ നിൽക്കുമായിരുന്നല്ലോ. ഇതൊക്കെ ചുമ്മാണ്, അതിലൊന്നും കാര്യമില്ല. അവർ നിന്നതിനെ നമ്മൾ വിമർശിക്കാൻ പോവുക, വേറെ ആളുകൾ നിന്നതിന്, ഇതൊക്കെ വെറുതെയാണ്. വെറുതെ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റീവായിട്ടുള്ള, ഇന്നലെ ഇപ്പം പിന്നെ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള ചില ആനുകൂല്യ പ്രഖ്യാപനങ്ങളുണ്ട്, അതുമായി ബന്ധപ്പെട്ട് പറയാം, അതിൽ ഇന്നെന്ന വിയോജിപ്പുകൾ പറയാം. അതല്ലാതെ നമ്മൾ വേറെ തരത്തിലേക്ക് ചർച്ചകളെ കൊണ്ടുപോകുന്നത് ആർക്കും ഗുണമില്ലാത്ത ചർച്ചകളാണ്. കേരളം ഈ തെരഞ്ഞെടുപ്പിൽ കാണിച്ചിരിക്കുന്ന അതാണ്. എല്ലാ ഇത്തരം ചർച്ചക്കാരെയും ചർച്ചയുടെ ആളുകളെയൊക്കെ നിരാകരിച്ചിട്ടാണ് വോട്ട് കൊടുത്തത്. UDF അത് വലിയ പാടാണ് കേട്ടോ. ഞാനത് UDF എല്ലാം തികഞ്ഞൊരു, LDF മോശമെന്നല്ല ഞാൻ പറയണത്. എല്ലാവർക്കും പാടാണ് ഇത്തരം എനിക്കെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങൾ. എങ്ങനെയാണ് ജനം തിരസ്കരിച്ചിരിക്കുന്നത്, എത്ര ഗംഭീരമായിട്ടാണ്. അപ്പം അതിൽ എനിക്കും പാഠമുണ്ട്. അത്തരം കാര്യങ്ങൾ ഇനി പറയലല്ല കാര്യം, വേറെ പലതും ചെയ്യാനുണ്ട് എന്ന് പറയലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്കൊക്കെ ഒരു പാഠാണ് ജനങ്ങൾ തന്നിരിക്കുന്നത്. ജയിച്ചവർക്കും പാഠാണ്, തോറ്റവർക്കും പാഠാണ്. അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്.